പ്രിയമുള്ളവരിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ നീക്കിക്കളയുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ മാർക്കോസ് ലീഗ സുവിശേഷം എഴുതിയപ്പോൾ 11-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതി: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും, ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് ദൈവത്തിന്റെ ഒരു സ്നേഹം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും, ലഭിക്കുക തന്നെ ചെയ്യും. എന്തുമാത്രം ഉറപ്പോടുകൂടെയാണ് മർക്കോസ് സുവിശേഷകൻ ഈ കാര്യം രേഖപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ ഈ ഉറപ്പോടുകൂടിയുള്ള ഒരു പ്രാർത്ഥന രീതി നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ നടക്കാത്തതിന്റെ ദുഃഖവും വേദനയോടും കൂടി ആയിരിക്കും ഒരു പക്ഷേ എന്റെ ഈ ക്ലാസ് ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലല്ലോ, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലല്ലോ എന്ന് ദുഃഖിച്ച് വേദനിച്ച് കഴിയുന്നവരുണ്ടാകാം. എന്നാൽ വചനം പറയുകയാണ്, നമുക്ക് തരുന്ന ഒരു ഉറപ്പ് ദൈവം നൽകുകയാണ്. നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:7 യേശു പറഞ്ഞു, നിങ്ങൾ ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും. യേശുവാണ് പറഞ്ഞത്, നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമ്മൾ ദൈവത്തോടെ സന്നിധിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് വചനം നമുക്ക് നൽകുന്ന സാക്ഷ്യങ്ങളെല്ലാം. എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്ത് ചോദിച്ചാലും പിതാവ് അത് നൽകുമെന്ന് വരെ യേശു പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് എന്റെ നാമത്തിൽ ഇതുവരെ ചോദിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തതെന്നും ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടും, ഇപ്പം ഇന്നാളൊരു അമ്മച്ചി എന്നോട് പറയുക, ഞാൻ എന്തോരെയായി എന്റെ കൊച്ച് ഏതൊരു പഠിക്കുന്ന ഇതിലെ സെമസ്റ്ററിൽ അവന് സപ്ലിയാ ഒരുപാട് വിഷയങ്ങൾ തോറ്റുപോയിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് സിസ്റ്ററെ അവൻ ജയിച്ചു വരാൻ വേണ്ടിയിട്ട്. 1-2 വർഷമായിട്ട് സിസ്റ്ററെ അവൻ ഹൈദരാബാദിലാണ് പഠിക്കുന്നത്, എന്തുമാത്രം കാശ് അവന് കൊടുത്തു, അവൻ അവിടെ നിന്നുകൊണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, സപ്ലി എഴുതിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സിസ്റ്ററെ അവനൊന്ന് എല്ലാം ഒന്ന് പാസ്സായി ഒരു എഞ്ചിനീയർ ആയിട്ട് വരാൻ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് അമ്മച്ചിയോട് പറഞ്ഞു, എന്റെ അമ്മച്ചി മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും ആദ്യം ചെയ്യേണ്ടത് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ അമ്മച്ചിക്ക് എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മകനോട് ഭയങ്കര ദേഷ്യമാണ് അമ്മച്ചിക്ക്. അവൻ എന്നെ മുടിപ്പിക്കാനായിട്ടുണ്ടായതാണ്, അതാണ് ഇതാണ്. ഈ വിദ്വേഷവും വെറുപ്പും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഏത് ദൈവം കേൾക്കാനാണ്? നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത വളരെ സ്പഷ്ടമായിട്ടും മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചതിന് ശേഷം മാത്രം പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണത്? നിങ്ങൾക്ക് ആരോടെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ വിരോധമോ വെറുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ക്ഷമിക്കുക, അതിനുശേഷം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വർഷങ്ങളായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കും, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. അങ്ങനെ നമ്മൾ പരിത്യാഗം ചെയ്ത് ഒക്കെ വിശുദ്ധരുടെയും മറ്റു മധ്യസ്ഥം വഹിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. എന്നിട്ട് പോലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം ഇതല്ലേ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. എന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം എന്റെ ഉള്ളിലുള്ള വിദ്വേഷമോ വെറുപ്പോ വൈരാഗ്യമാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന 41-ാം അധ്യായത്തിൽ പൂർവ്വ യോസേപ്പ് അനുഗ്രഹിക്കപ്പെടുകയാണ്. സത്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണത്. അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു, അദ്ദേഹത്തിനെതിരായി വളരെ ക്രൂരമായ രീതിയിലാണ് നിലകൊണ്ടത്. സഹോദരന്മാരെല്ലാം അദ്ദേഹത്തിന്റെ അപ്പന്റെ സ്നേഹം നഷ്ടമായി, അദ്ദേഹത്തിന്റെ വീട് നഷ്ടമായി, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നഷ്ടമായ പോലെയായി. അദ്ദേഹത്തിനെ ആദ്യം കിണറ്റിൽ കൊണ്ടുപോയിട്ടു, അതിനുശേഷം അടിമകൾക്ക് വിറ്റു. അങ്ങനെ എന്തുമാത്രം ത്യാഗത്തിന്റെ സങ്കടങ്ങളുടെ ഒരു കടല് കടന്നാണ് സത്യത്തിൽ ജോസഫ് വരുന്നത്. പറയാനാണെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതും സ്വന്തം സഹോദരങ്ങളാണെന്ന് വിചാരിക്കണം, ഒരപ്പന്റെ മക്കളാണ്, അമ്മ പലതാണെങ്കിലും. എന്നിട്ട് പോലും ജോസഫ് അവന്റെ ജീവിതത്തിന്റെ സമൃദ്ധിയുടെ കാലഘട്ടങ്ങളില്, അവൻ അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടങ്ങളില്, ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറുന്ന കാലഘട്ടത്തില് അവന് ഈജിപ്തിലെ ഫറോവ അവന് ഭാര്യയെ കൊടുക്കുന്നു, അവന് ഈജിപ്തിന്റെ ഭരണാധിപനാക്കി മാറ്റുന്നു, പ്രധാനമന്ത്രി പദം കൊടുക്കുന്നു. ഇങ്ങനെ അങ്ങ് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പകരം വീട്ടാനായിട്ടല്ല സത്യത്തിൽ ജോസഫ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഒരു 10-26 വയസ്സുള്ള ഒരു സഹോദരനെ അറിയാം. അദ്ദേഹം വിദേശത്ത് പോകാൻ ട്രൈ ചെയ്യുകയാണ്. 3 ലക്ഷം രൂപ ഒരു ഏജൻസി കൊടുത്തിട്ട്
2 ലക്ഷം വേറെ ഏജൻസിക്ക് കൊടുത്തു. ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പുറത്തുപോയി കാശുണ്ടാക്കാൻ എവിടെയെങ്കിലും പോയി, എനിക്ക് എങ്ങനെയായാലും ഞാൻ പുറത്തു പോവും, വിദേശത്ത് പോവും, കാശുണ്ടാക്കും. ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ ഇത്രയും വാശി പിടിക്കുന്നത്? നിനക്ക് ഇവിടെ തന്നെ പണിയെടുത്താൽ ഇഷ്ടം പോലെ കാശ് കിട്ടുകയല്ലേ? ഞാൻ തമാശയായിട്ട് അവനോട് പറഞ്ഞു, നമ്മുടെ നാട്ടിലല്ലേടാ ഈ വടക്കേന്ത്യന്നൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വന്ന് കാശുണ്ടാക്കി പോണത്, അപ്പൊ ഇവിടെ കാശുണ്ടാക്കാൻ പണിയൊന്നും ഇല്ല മോനെ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, അങ്ങനത്തെ കാശൊന്നുമല്ല ചേച്ചി, നല്ല ഉഷാറ് കാശ് വേണം, അങ്ങനെ നല്ല വണ്ടിയൊക്കെ മേടിച്ചു. എനിക്ക് കുറച്ച് അവന്മാരോട് പകരം ചോദിക്കാനുണ്ട്. ചോദിച്ചു വന്നപ്പോ അമ്മയുടെ ആങ്ങളമാരോടും അപ്പന്റെ ബന്ധുക്കളോടും ഒക്കെ ഇവന് പകരം ചോദിക്കാനുള്ളത്. അതല്ലാതെ വേറെ ഒന്നുമല്ല. സ്വന്തക്കാരുടെ മുമ്പിൽ എന്റെ അപ്പനെ അമ്മേനെയും താത്തി കിട്ടിയിട്ടുണ്ട്, അവരെ അങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, വല്യപ്പൻ വീതം തന്നിട്ടില്ല, ശരിക്കും അത് അപ്പന്റെ ചേട്ടന്മാരുടെ കെണിയാണ്. അപ്പൊ അവരുടെ മുമ്പിലൊക്കെ ഞാനിങ്ങനെ ഉയർന്നു നിൽക്കണം. പക്ഷെ എന്ത് ചെയ്താൽ ഒരു ഗതി വരുന്നില്ല എന്ന് പറഞ്ഞ് ഇവൻ സങ്കടപ്പെടുകയാണ്. ധ്യാനമൊക്കെ കൂടി ചേച്ചി, അത് ചെയ്തു ഇത് ചെയ്തു, എന്തോരം കൊന്തയില്ലേ. എന്നിട്ട് പിന്നെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആളുകൾ സത്യത്തിൽ പറഞ്ഞ ജപമാല പോലും ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലല്ലോ. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എടാ നീ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കി, ശരിക്കും നിനക്ക് നീ വാശിയോടെ പറയുന്നുണ്ട് നിന്റെ അപ്പന്റെ വീട്ടുകാർ, നിന്റെ അമ്മയുടെ വീട്ടുകാർ ഒക്കെ നിങ്ങളെ ദ്രോഹിച്ചുവെന്ന്, നിനക്ക് അവരോടൊക്കെ വിരോധമില്ലേ? ഉണ്ടെന്നേ, അവരെങ്ങ് അരച്ചു കിട്ടിയേ ഞാനങ്ങ് വലിച്ചു കുടിക്കുകയല്ലേ എന്ന് വളരെ സിമ്പിളായിട്ട് പയ്യൻ പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഉള്ളിൽ ചിലരോട് ദേഷ്യവും വെറുപ്പുമുണ്ട്. ഇതൊക്കെ വെച്ചോണ്ടാണ് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, നമ്മൾ ചോദിക്കുന്നതൊക്കെ തരാൻ ദൈവത്തിന് തയ്യാറാണ്. നിനക്ക് അമേരിക്കയിലല്ല, ലണ്ടനിലല്ല, ജപ്പാനിലല്ല, ജർമ്മനി പോകാൻ ദൈവം അനുവാദം തരും. പക്ഷെ എന്തുകൊണ്ട് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല? നിന്റെ ഉള്ളിൽ വിദ്വേഷമോ വെറുപ്പോ വൈരാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അതൊരു സത്യമാണ്. അതാണ് തിരുവചനം നമുക്ക് നൽകുന്ന സാക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ഇന്ന് മുതൽ നിന്റെ വീട്ടുകാരെ, നിന്റെ പപ്പായെയും മമ്മിയെയും ഒക്കെ വിഷമിപ്പിച്ച അല്ലെ സമ്പത്ത് തരാതിരുന്ന പപ്പയുടെ അപ്പനോട്, അപ്പൊ അവൻ പറയാ അങ്ങനെയൊക്കെ തട്ടിപ്പോയെന്ന്. അത്രയ്ക്കും ദേഷ്യമാണ് അദ്ദേഹം, അത്രയ്ക്കും ദേഷ്യത്തിലാണ് ആ ചെറുപ്പക്കാരൻ. സ്വത്ത് കൃത്യമായിട്ട് തരാത്ത വല്യപ്പനെ അങ്ങ് ഒരു ഉൾക്കൊള്ളാൻ മനസ്സുകൊണ്ട് ഒരു വല്യപ്പനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഏതാനും ചില്ലിത്തുട്ടികൾക്ക് വേണ്ടിയിട്ട് മനസ്സ് മുഴുവനും വെറുപ്പും വൈരാഗ്യമാണ്. ഞാൻ അവനോട് പറഞ്ഞു, എടാ ഭൂമിയിലെ നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുക, നിന്റെ വീട്ടുകാരും നീയും ഒക്കെ ഇങ്ങനെ ഭൂമിയിലെ കഷ്ടപ്പെട്ട് നടക്കുന്നു, നീ മരിച്ചു കഴിഞ്ഞാലും നിനക്ക് ഈ നരകത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ അവൻ ചോദിച്ചു, അതെങ്ങനെയാ? ഞങ്ങൾ നല്ലവരാ എന്റെ പിന്നെ ചേച്ചി വിചാരിക്കുന്നവരുമല്ല, ചേച്ചിക്ക് ദർശനവരൊന്നും ഇല്ലാഞ്ഞിട്ടാണ് അവൻ എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ടവര്, സത്യത്തിൽ എനിക്ക് ദർശനവരം ഇല്ലാത്തതുകൊണ്ടല്ല, ദ്വേഷം വെറും വെച്ചുകൊണ്ടിട്ട് നമ്മളെ സ്വർഗത്തിൽ പോകാനാ? വൈരാഗ്യമുള്ള ആൾക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും? ഇവിടെയോ നമുക്ക് കഷ്ടപ്പാടും ദുരിതമാണ്, പിന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോണത് എങ്ങോട്ടാ? വിദ്വേഷം വെറുപ്പും വെച്ചാൽ സ്വർഗത്തിൽ കയറാനായിട്ട് ആർക്ക് പറ്റും? ദൈവത്തിന്റെ മക്കൾക്കുള്ളതല്ലേ സ്വർഗരാജ്യം. അതിലെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന് 44-ാം വാക്യത്തിൽ യേശു പഠിപ്പിച്ച് കടന്നുപോയത്, നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. അങ്ങനെ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി മാറുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവത്തിന്റെ മക്കൾക്കുള്ളതാണ് സ്വർഗരാജ്യം. ശത്രുവിനോട് വിരോധവും വെറുപ്പും വൈരാഗ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പോകുന്നത് എങ്ങോട്ടായിരിക്കും? ദൈവത്തിന്റെ മക്കളുടെ സ്ഥാനത്തേക്കായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ പരിശോധിച്ച്, നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവാനുഗ്രഹത്തിന്റെ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വരുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നമ്മളെ തന്നെയാണ്, നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. ചിലപ്പോൾ ചെറിയ കാര്യത്തിലായിരിക്കാം നമുക്ക് ദേഷ്യമുള്ളത്, ചെറിയ കാര്യത്തിലായിരിക്കാം വിരോധമുള്ളത്. നമ്മുടെ സമൃദ്ധി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് അവരെ നാണം കെടുത്താനോ അല്ലെങ്കിൽ അവരെ പരിഹസിക്കാനോ ഉള്ളതല്ല. നോക്കുക, നമ്മുടെ ജോസഫ്, പൂർവ്വ യോസേപ്പ്, അവന്റെ ഐശ്വര്യത്തിൽ, അവന്റെ വലിയ സമാധാനത്തിൽ അവന് ഭാര്യയെ കിട്ടി, അവനൊരു കുടുംബമാണ് കിട്ടുന്നത്. നഷ്ടപ്പെട്ടു പോയത് അവന്റെ അപ്പനും അമ്മയും അവന്റെ കുടുംബമാണ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവന്, ദേശം നഷ്ടപ്പെട്ടു പോയ ജോസഫ്, സ്നേഹിതർ നഷ്ടപ്പെട്ടു പോയ ജോസഫ്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ ജോസഫ്, അങ്ങനെ സഹോദരന്മാരുടെ ക്രൂരത മുഖാന്തരം എല്ലാം നഷ്ടപ്പെട്ടു പോയവനെല്ലാം തിരിച്ചു കിട്ടുകയാണ്. അവനൊരു ദേശം തിരിച്ചു കിട്ടി, ദേശത്തിന്റെ അധിപതിയായിട്ട് അവൻ മാറി. അവനൊരു ഭാര്യയെ കിട്ടി, അവനൊരു കുഞ്ഞിനെ കിട്ടി, അവനൊരു കുടുംബം കിട്ടി, അവന് ബന്ധുക്കളെ കിട്ടി. അങ്ങനെ എല്ലാം ഇങ്ങനെ തിരിച്ചു കിട്ടിയപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാമെന്നല്ല ജോസഫ് വിചാരിച്ചത്. മൂത്ത ഒരു മകനുണ്ടായപ്പോൾ ആ കുഞ്ഞിനെ മടിയിലിരുത്തി അവനൊരു പേരിടുകയാണ്. നമ്മൾ വായിക്കും ഉൽപ്പത്തി പുസ്തകത്തിന്റെ 41-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിൽ ആ മൂത്ത മകനെ, കുഞ്ഞു മകനെ എടുത്ത് മടിയിലിരുത്തി അവൻ പറയുന്നത് അവന്റെ പേര് മനാസ എന്നാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് എന്റെ പിതാവിന്റെ വീടും എന്റെ പിതാവിനെയും എന്നെ ദ്രോഹിച്ച എന്റെ സഹോദരങ്ങളെയും എന്റെ കഴിഞ്ഞ കാലത്തിലെ എല്ലാ നൊമ്പരങ്ങളെയും എന്റെ വേദനകളെയും മറക്കാൻ എനിക്ക് കർത്താവ് കൃപ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫ് തന്റെ മൂത്ത മകനെ മനാസ എന്ന് വിളിക്കുകയാണ്. മറക്കാൻ എനിക്ക് ദൈവം കഴിവ് തന്നു. പ്രിയപ്പെട്ടവരത് പ്രധാനപ്പെട്ട കാര്യമാണ്.
നമ്മുടെ സമൃദ്ധിയിൽ, നമ്മുടെ അനുഗ്രഹത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അത് ഇതാക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഇതെന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണ്. ഇനി ഞാൻ എന്റെ കഴിഞ്ഞ കാലത്തിൽ എന്നെ തകർക്കാൻ ശ്രമിച്ചവര്, എനിക്കെതിരെ പറഞ്ഞവര്, എന്റെ കുടുംബം നോക്കാത്തവര്, എന്നെ നാണം കെടുത്തിയവര്, ഞാൻ പൈസ ചോദിച്ചിട്ട് കടം ചോദിച്ചിട്ട് തരാത്തവര്, അങ്ങനെ എനിക്കെതിരായി നിന്ന ആളുകളുടെ ദ്രോഹ പ്രവർത്തികളെയെല്ലാം ഞാൻ എന്റെ സമൃദ്ധിയിൽ മറക്കാൻ തീരുമാനമെടുക്കുന്നു. എങ്കിൽ തീർച്ചയായും നീ അനുഗ്രഹിക്കപ്പെടുകയാണ്. ജോസഫിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ ഘോഷയാത്ര നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവന്റെ മനസ്സ് നല്ലതായതുകൊണ്ടാണ്. അവന്റെ മനസ്സ് തന്നെ ക്ഷമിക്കാൻ പാകമായ ഒരു മനസ്സാണ്. ഒരു ശാപത്തിന്റെ വാക്കുകളൊന്നുമില്ല. ചിലരങ്ങ് വർത്താനം പറയുമ്പോഴേക്കും മറ്റുള്ളവരെ നിശിച്ച്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, മറ്റുള്ളവരെ പ്രാഗി ഒക്കെ സംസാരിക്കും. സ്വന്തം മക്കളാണെങ്കിൽ മക്കളെ പോലും പ്രാഗി, അവനൊന്നും ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഒരുപക്ഷെ എനിക്കത് പറയാൻ പോലും പറ്റിയല്ല. നിങ്ങൾ കുടുംബത്തിലിരുന്ന് ഈ TV വെച്ച് കാണുമ്പോൾ ഞാനത് പറഞ്ഞാൽ ശരിയാകുകയല്ല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബത്തിലിരുന്നുകൊണ്ട്, ആ മുറിയിലിരുന്നുകൊണ്ട്, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അമ്മച്ചി ഒരുപക്ഷെ രോഗിയായിട്ട് കട്ടിലേ കിടക്കുകയായിരിക്കും. നിങ്ങളുടെ മരുമകൾ നിങ്ങളെ ശരിക്കും നോക്കുന്നില്ലായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവളുടെ പരമാവധി നിങ്ങളെ നോക്കുന്നു, സംരക്ഷിക്കുന്നു ഒക്കെ കാണും. പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. എന്റെ പുറവ് ഇങ്ങനെ തിരുമണം, എന്റെ കാലിങ്ങനെ തിരുമണം, എന്റെ ചട്ടയും മുണ്ടും, അല്ല എന്റെ സാരി ഇങ്ങനെ കഴുകി തരണം, എനിക്ക് ഇന്നതുപോലെ കഞ്ഞി തരണം, ഇന്നതുപോലെ ചാപ്പാട് തരണം, ഭക്ഷണം എന്താണോ ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ചെയ്തു തരാൻ പറ്റാതെ വരുമ്പോഴത്തേനും ഇവരൊക്കെ നന്നാകുമോ എന്നൊക്കെ ചോദിച്ചു നമ്മൾ ഇങ്ങനെ അവർ കേൾക്കാതെ ആണെങ്കിലും പിറുപിറുക്കുകയും പ്രാകുകയും ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ വിനയായി മാറുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ടവര്, നമ്മുടെ കുടുംബത്തിലിരുന്ന് നമ്മളൊരു അനുഗ്രഹത്തിന്റെ വ്യക്തിയായി മാറേണ്ടതാണ്. മക്കളെ അനുഗ്രഹിക്കാൻ കുടുംബത്തിൽ. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കുക, അല്ലാതെ നിങ്ങൾ ശപിക്കരുത്, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്നെ പീഡിപ്പിച്ച, വേദനിപ്പിച്ച, സങ്കടപ്പെടുത്തിയ, നിന്നെ മാറ്റി നിർത്തിയ, ഒറ്റപ്പെടുത്തിയ ഒത്തിരി ആളുകളുണ്ടാകും, ഒത്തിരി സംഭവങ്ങളുണ്ടാകും. അപ്പൊ അതിനൊക്കെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ക്ഷമ ഒരു പൂർണ്ണ ഫലത്തിലേക്ക് എത്തുക. ദൈവാനുഗ്രഹത്തിന്റെ നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഒരു ഉത്തരം കിട്ടുന്ന ദൈവാനുഗ്രഹത്തിന്റെ തലത്തിലേക്ക് നമ്മൾ സത്യത്തിൽ ഉയരുന്നത് തന്നെ എപ്പോഴാണ്? നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ, പ്രത്യേകിച്ച് നമ്മളെ ദ്രോഹിച്ചവരെ, വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ മുഖം പ്രസന്നമായി മാറും. ഇല്ലെങ്കിലോ നമുക്കൊരാളോട് വെറുപ്പോ വൈരാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖം ഒരിക്കലും പ്രസന്നമാകുകയില്ല. ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, നിന്റെ മുഖം എന്നാ കടന്നൽ കുത്തിയോലെ ഇരിക്കുന്നത്? ചിലപ്പം ഭർത്താവ് വീട്ടിൽ ജോലിക്ക് പോകുമ്പോൾ ഭാര്യ നല്ല പ്രസന്നമായിട്ടിരിക്കുകയാണ്. അവളാണ് വൈകുന്നേരം വരുമ്പോഴോ മുഖമെല്ലാം ഏറ്റിപ്പിടിച്ച് ഒരു ചിരിയില്ല, സന്തോഷമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവാണെന്ന് ചോദിക്കും, ഇതെന്നാ പറ്റിയിട്ട് ചിന്നമ്മേ നിന്റെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയോലെ ഇരിക്കുന്നത് എന്ന് ചോദിക്കും. അതുപോലെ ഭർത്താവാണെങ്കിലും ജോലിക്ക് പോകുമ്പോൾ അല്ലേ സന്തോഷത്തോടെ പോയതാ, ഓഫീസിൽ ചെന്ന് വഴക്കുണ്ടായി, ബോസിനോട് പ്രശ്നം ഉണ്ടായിട്ട് കയറി വന്നിരിക്കുക. ഇപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചിരിയില്ല, ഒരു വർത്താനമില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എന്നാ പറ്റി മനുഷ്യ, നിങ്ങളൊരു കടന്നൽ കുത്തിയോലെയാണ് കയറി വരുന്നതെന്ന് ചിലപ്പോൾ ഭാര്യ ചോദിച്ചെന്ന് വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്നതാ, ഉള്ളിന്റെ ഉള്ളിൽ ആരോടോ ഒക്കെ എന്തൊക്കെയോ ഒരു വിരോധവും വെറുപ്പും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷത്തോടെ ചിരിച്ച് സമാധാനത്തോടെ ആരോടും ഇടപെടാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ദൈവത്തിന് പോയി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നതിന്റെ ആദ്യ ഘടകം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എന്നെ വേദനിപ്പിച്ചവരെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന്. സിമ്പിളായിട്ട് പറയാം. ചിലപ്പോൾ നമ്മുടെ അത്ര ദ്രോഹിച്ച ആളുകളൊന്നും അനുഗ്രഹിക്കപ്പെട്ട് നമുക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരികയില്ല. നമ്മുടെ നെഞ്ച് തകരും. അവർക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചു, നമ്മുടെ പിള്ളേർക്ക് ഒരു അമേരിക്കയിലോട്ടോ ലണ്ടനിലോ പോകാൻ പറ്റിയില്ല. നമ്മളെ ദ്രോഹിച്ചവര്, നമുക്കെതിരായിട്ട് സംസാരിച്ചവരുടെ പിള്ളേരെല്ലാവരും അമേരിക്കയിൽ ലണ്ടനിലും ആയിരിക്കും. നമുക്ക് സഹിക്കുമോ? അവരെ ഇനി അനുഗ്രഹിക്കണമെന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരികയില്ല. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിക്കുക. ജോസഫ് അത് ചെയ്തയാളാ. അവന്റെ ലക്ഷ്യം ഭൂമിയുടെ കാര്യങ്ങളിൽ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് അവന് ലോകത്തിലെല്ലാം തന്നെ തിരിച്ചു കിട്ടുകയുണ്ടായി. അവനെ കണ്ട സ്വപ്നം അനുസരിച്ചും അവന്റെ ജീവിതത്തിൽ ലഭിച്ച അനുഭവം അനുസരിച്ചും ഒക്കെ ആണെങ്കിൽ ജോസഫ് പെരുമാറിയിരുന്നെങ്കിൽ ഒരിക്കലും ജോസഫിന്റെ ജീവിതത്തിൽ സമാധാനപൂർണമായ ഒരവസാനം ലഭിക്കുമായിരുന്നില്ല. എന്നാൽ ജോസഫ് അങ്ങനെയല്ല ചെയ്തത്. അത് നമുക്കൊരു പാഠമാണ് സത്യത്തിൽ പറഞ്ഞാൽ. പൂർവ്വ യോസേപ്പ് മകനെ മനാസെ എന്ന് വിളിക്കുമ്പോഴെല്ലാം കഴിഞ്ഞ കാലത്തിലെ നൊമ്പരപ്പെടുത്തുന്ന ആ സംഭവങ്ങളെ അതിജീവിക്കാൻ, അതിലെ ആനന്ദിക്കുവാൻ സത്യത്തിൽ ജോസഫിന് കൃപ ലഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമ്മളെ വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു, പ്രയാസപ്പെടുത്തിയ ആളുകളെ അനുഗ്രഹിക്കാൻ നമ്മളൊരു
വഴി കണ്ടെത്തണം. അതാണ് പ്രാർത്ഥനയുടെ സമയം. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ ആദ്യമായി നമ്മളെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ, സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ, അവർക്ക് വേണ്ടി ഒരു മിനിറ്റെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ അല്ലാതെ ആരാണ് നമ്മൾ അവർക്ക് വേണ്ടി ആരാണ് ഇപ്പൊ പ്രാർത്ഥിക്കുക? നമ്മളെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നവരൊക്കെ നമുക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ കേട്ടോ നിന്നോട് പെരുമാറാൻ, എനിക്ക് നിനക്കൊരു ഭാര വെക്കാനേ പറ്റുള്ളൂ, നിന്റെ ജോലി തടസ്സപ്പെടുത്താനേ പറ്റുള്ളൂ, നിന്റെ മകളുടെ കല്യാണം മുടക്കാനേ പറ്റുള്ളൂ കേട്ടോ, ഇതാണ് എനിക്കറിയാവുന്നത്, ഇതാണ് ഞാൻ നിന്നോട് ചെയ്തത്, എന്നെയും കൂടെ ഒന്ന് രക്ഷിച്ചേക്കണേ എന്നാണ് അവർ പറയുന്നത്. ഇപ്പം നിന്റെ അമ്മായിയമ്മ നിന്നെ വിഷമിപ്പിക്കുന്നു, പ്രയാസപ്പെടുന്നു, നിന്റെ ഭർത്താവിനോട് നിനക്കെതിരായിട്ട് പറയുന്നു, അല്ലെ നിന്റെ മരുമകൾ നിന്നെ സ്നേഹമായിട്ട് നോക്കുന്നില്ല, അല്ലെ നിന്റെ കുടുംബത്തിൽ നീ രോഗിയായി കിടക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന തിക്താനുഭവങ്ങൾ, അങ്ങനെയൊക്കെ അവർക്ക് പറയാനും ചെയ്യാനും പറ്റുകയുള്ളൂ. ജോസഫിന്റെ സഹോദരന്മാർക്ക് ജോസഫിനോട് അങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റുള്ളൂ. എല്ലാവരും കൂടെ കൂടി കണ്ടി തള്ളിയിട്ടു. എന്നാൽ മൂത്ത ചേട്ടൻ റൂബൻ, അവന്റെ പെരുമാറ്റത്തിനൊരു വ്യത്യാസം ഉണ്ടാകുക. അവൻ എന്ത് ചെയ്തു? അവൻ അവിടുന്ന് കയറ്റി. അവൻ സഹോദരന്മാർ പറഞ്ഞു, ഇവൻ ഈ പൊട്ടക്കിണറ്റി കിടന്ന് ചത്തിട്ട് നമുക്ക് എന്ത് ഗുണം കിട്ടാനാ, ഇവനെ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാശെങ്കിലും കൈ കിട്ടും. അപ്പോൾ അവന്റെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോയി. ജോസഫിന്റെ മൂത്ത സഹോദരന് ജോസഫിനോടുണ്ടായിരുന്ന മനോഭാവത്തിൽ ഒരു മാറ്റം. ബൈബിളിൽ നമ്മൾ വായിക്കും, അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി അപ്പന്റെ അടുത്ത് എത്തിക്കണം എന്നൊക്കെ റൂബൻ വിചാരിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ അവനൊരു മനോഭാവം, ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് ഇടയാവുക. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസഫ് അതൊന്നുമല്ല ചിന്തിക്കുന്നത്. ദൈവത്തോട് ബൈബിൾ നാം പറയും, വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ദൈവം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ മനോഭാവം നമ്മളിലേക്ക് വരും. അതുകൊണ്ട് ഇന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ വിദ്വേഷമോ വെറുപ്പമുണ്ടോ, നമ്മൾ ആരോടെങ്കിലും കണ്ടാൽ മിണ്ടാത്തതുണ്ടോ, ആർക്കെങ്കിലും വലിയ അനുഗ്രഹവും നന്മയൊക്കെ വരുമ്പോൾ നമുക്കതിലൊരു വിഷമം, എന്നാലും ദൈവമേ അവർക്ക് അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുക. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ആരുടെയും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയ മറ്റൊരു വഴിയുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ആരുടെ കുറ്റമാണ് പറയുന്നതെന്ന് നമ്മുടെ വീട്ടിലിരുന്ന് ഭാര്യയോടാണേലും അല്ലെങ്കിൽ ഭർത്താവിനോടാണേലും കൂട്ടുകാരോടാണേലും നമുക്ക് ആരുടെ കുറ്റമാണ് നമ്മളിങ്ങനെ സ്ഥിരം പറയുന്നതെന്നൊന്നും ആത്മശോധന ചെയ്തുകൊണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അവരോടൊക്കെ വെറുപ്പുള്ളതുകൊണ്ടാണ്, ദേഷ്യമുള്ളതുകൊണ്ടാണ്. നമ്മൾ ലേഖന ഭാഗത്തിൽ സുവിശേഷകൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ലേഖനം എഴുതിയപ്പോൾ യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാൻ 3:15 സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. നിത്യജീവനില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നതാണ്, നമ്മൾ മരിച്ചു നരകത്തിലേക്കാണ് പോകുന്നത്, നിത്യജീവൻ കിട്ടുന്നില്ല, സ്വർഗത്തിൽ നമ്മൾ പോകുകയല്ലെന്നാ. അപ്പൊ സഹോദരനോട് വെറുപ്പോ വിരോധമോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ നിത്യജീവനിലേക്കല്ല പോകുന്നത്, സ്വർഗത്തിലേക്കല്ല പോകുന്നത്. ചിലരിങ്ങനെ പറയും, അവനോട് പിണങ്ങിയിട്ട് അല്ലെ അവളോട് മിണ്ടാതിരുന്നിട്ട് എനിക്ക് ഒന്നും കിട്ടണ്ട എന്ന് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയാനേ പാടില്ല. നിനക്ക് നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വിലപ്പെട്ട സ്വർഗമാണ് ചെറിയൊരു വിരോധത്തിലൂടെ, ചെറിയൊരു വെറുപ്പിലൂടെ. മാത്രമല്ല, സ്വർഗം മാത്രമല്ല, ഭൂമിയിൽ നമ്മുടെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെബ്രായ ലേഖനം 12:14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. വിദ്വേഷത്തിന്റെ വേര് ഉള്ളിൽ വന്നാൽ അത് ഉപദ്രവം ചെയ്യും. ഈ വേര് അവിടെ കിടന്ന് ചിലപ്പം വേറെ മരമായി മാറും, ഇല്ലെങ്കിൽ അവിടെ ഒരു ഹോളാക്കും, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും. അത് നിന്റെ ജീവിതത്തെ തകർത്ത് കളയും. ഒരു വേര് അവിടെ കിടന്നു അത് ദ്രവിച്ചു പോയാൽ പോലും അത് വിഷയമാണ്. അതിങ്ങനെ അവിടെ കിടന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പൊത്തായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലോട്ടൊരു പാമ്പ് കയറി വന്നു, അത് പിന്നെ ആ പ്രദേശത്ത് തന്നെ നശിപ്പിക്കാൻ പോകുന്ന വീട്ടുകാരെ തന്നെ കൊന്നു കളയാനൊക്കെ ഇടയാകും. നിന്റെ ഉള്ളിൽ വിദ്വേഷത്തിന്റെ വേരുകളുണ്ടെങ്കിൽ ഇന്ന് നിനക്കൊരു കുഴപ്പമില്ലായിരിക്കാം. അവരോട് പണിങ്ങിട്ട് എനിക്ക് എന്നാ കുഴപ്പം, എനിക്ക് എന്നാ നന്മയില്ലേ, എനിക്ക് അതില്ലേ ഇതില്ലേ, എനിക്കൊന്നിനും കുറവില്ലല്ലോ, ഞാൻ വീട് പണിതില്ലേ, എന്റെ മക്കളല്ല നന്നായില്ലേ, ഞങ്ങൾക്ക് ആർക്കും ഒരു രോഗവും ഇല്ലല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാം. പക്ഷേ ഞാൻ എന്റെ അനുഭവത്തിൽ എത്രയോ പേരെ കണ്ടിട്ടുണ്ടെന്നറിയാമോ, വിദ്വേഷം മൂലം രോഗികളായി മാറിയവര്, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് 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 ഉള്ളിൽ ട്യൂമർ വന്നവര്, എല്ല് ദ്രവിച്ചു പോകുന്ന രോഗം ഉണ്ടായവര്, കഴുത്തിൽ മുഴയുണ്ടാകുന്നവര്, അങ്ങനെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയവര് ഒക്കെയുണ്ട്. നമ്മുടെ ഉള്ളിൽ വിദ്വേഷം വെറുപ്പും വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഡോക്ടറെ കാണിക്കും, ഡോക്ടർ പറയും, ഇത് അസ്ഥി തേയ്മാനമാകട്ടോ, ഇതിനിങ്ങനെ ചെയ്താൽ മതി. ചിലപ്പോൾ ഡോക്ടർ പറയുമായിരിക്കും, ഇത് മുഴയാകട്ടോ, ഇത് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്നൊക്കെ നമ്മളോട് പറയും. നമ്മൾ അതുപോലെ പോയി ഇത്രയും കാശും മുടക്കി കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾ ഡോക്ടറെ കാണണ്ടെന്നോ ചികിത്സിക്കണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എങ്കിലും ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ച ആളാണെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും. അല്ലെ വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരുടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന്. ഞാൻ ഓർക്കുന്നു, ഒരു സ്ത്രീയുടെ ഭർത്താവും സ്ത്രീയും കൂടെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സിസ്റ്ററെ തിങ്കളാഴ്ച എന്റെ ഭാര്യയുടെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറിയാണ്,
അതുകൊണ്ട് ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇവൾക്ക് ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോഴത്തേനും പേടിയാ. ഞാൻ ഇവളോട് പറഞ്ഞിട്ട് നോക്ക് മനസ്സിലാകുന്നുണ്ട്. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓപ്പറേഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കണം അവൾക്ക്. ഇത് ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഞാൻ ഇവർ രണ്ടുപേരെ എഴുതി പ്രാർത്ഥിച്ചു. അപ്പൊ ഇദ്ദേഹം ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ ആൾക്ക് ഇയാളുടെ അപ്പനോട് കഠിനമായ വിരോധമുണ്ട്. ഈ വിരോധം എടുത്തു മാറ്റിയാൽ ഇപ്പോൾ തന്നെ ഈ സ്ത്രീക്ക് യൂട്രസ് റിമൂവ് ചെയ്യേ വേണ്ട, ആ കർത്താവ് ആ മകളെ സുഖപ്പെടുത്തുമെന്നാണ് ഈശോ പറഞ്ഞു തന്നത്, പരിശുദ്ധാത്മാവ്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സഹോദര, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അപ്പനോട് വല്ല വിരോധമുണ്ടോ? അപ്പോഴത്തേനും ഇയാളുടെ മുഖമെല്ലാം അങ്ങ് മാറി. അത്ര നേരം വലിയ സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാന്ന് ഓർക്കണം. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം അങ്ങ് മാറി, മുഖമെല്ലാം അങ്ങ് കറുത്തിരണ്ട്. അദ്ദേഹം പറഞ്ഞു, അപ്പന്റെ കാര്യം എന്നോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ചെയ്യട്ടെ? ഞാൻ പറഞ്ഞു, അതെല്ലാം സഹോദരൻ, അപ്പനോട് വിരോധമുണ്ടോ? അപ്പൊ ഈ ഭാര്യ പറഞ്ഞു, അപ്പന്റെ കാര്യം ഓർമ്മിപ്പിക്കണ്ട കേട്ടോ, പറയുമ്പോഴേ ദേഷ്യവ. ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു, ഇങ്ങേറ് പണിയെടുത്ത് മരിച്ചതാ പറമ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് പോലും അപ്പനൊരു നീതി കാണിച്ചില്ല. ഒട്ടും വിളകൾ വളരാത്ത ഒരു ഊഷരമായി കിടക്കുന്ന ഒരു ഭൂമിയാണ് ഇദ്ദേഹത്തിന് അവരുടെ അപ്പൻ വീതം കൊടുത്തതെന്ന് ആ ഭാര്യ പറയുക. അതുകൊണ്ട് അപ്പനോട് കലിയാണ്. ഇപ്പൊ ആ സ്ഥലത്ത് പോയി അവർ താമസിക്കുന്നു. വീട്ടിലോട്ട് പോകുകയില്ല. അപ്പൻ രോഗിയായി കിടക്കുന്നു. അപ്പൻ ഇത്ര പ്രാവശ്യം വിളിച്ചു, ആളെ വിട്ടു. എന്നിട്ടൊന്നും ഇയാൾ അപ്പനെ കാണാൻ പോകുന്നില്ല. ഒറ്റ കാരണമുള്ളൂ, ഞാൻ ഇത്രയും ദണ്ണിച്ച് ഇത്രമാത്രമൊക്കെ ആദായം ഉണ്ടാക്കിയിട്ട് ആദായമുള്ളതൊക്കെ അനിയന്മാർക്ക് അപ്പം കൊടുത്തു, എനിക്ക് അപ്പനൊന്നും തന്നില്ലല്ലോ. എനിക്ക് തന്നത് കുറെ ഏക്കർ സ്ഥലം തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അതിന്റെ അകത്തൊരു ആദായം ഇല്ല, ആദായം വളരുകയില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം സങ്കടപ്പെട്ടു. അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു ചുമന്ന് അദ്ദേഹത്തിന് അങ്ങ് പിരിമുറുകി ശരീരമെല്ലാം. ഇപ്പൊ അറ്റാക്ക് വരും തോന്നി. എനിക്ക് പേടിയായിപ്പോയി. ഏതായാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ കുറച്ചു നേരമൊക്കെ പറഞ്ഞതിന് ശേഷം വചനമൊക്കെ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അദ്ദേഹം പറയാം, എനിക്കിനി ഇവള് മാത്രമേ ഉള്ളൂ സിസ്റ്ററെ, എന്റെ സഹോദരന്മാരും ഇല്ല, എന്റെ അപ്പനും ഇല്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാം, എനിക്ക് ഇവളോട് ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇവളുടെ ഓപ്പറേഷൻ നടത്തിയ എന്റെ ഉള്ളിൽ തീയ. ഇവക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ മനുഷ്യനൊരു കൊച്ചു കുഞ്ഞിന്റെ പോലെ കരയുക. ഞാൻ പറഞ്ഞു, സഹോദരൻ, അത്ര ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പന്റെ അടുത്ത് പോവുക, സോറി പറയുമൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് കർത്താവേ, നിന്റെ നാമത്തിൽ എന്റെ അപ്പനെ അനുഗ്രഹിക്കുന്നു. എന്റെ അപ്പനെ എനിക്ക് അത്രേ തന്നുള്ളെങ്കിലും നിനക്ക് എനിക്ക് എന്ത് വേണമെങ്കിലും തരാൻ പറ്റും. ഞാൻ അദ്ദേഹത്തിന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തിലെ അബ്രാഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ ലോത്തുമായിട്ട് സമ്പത്ത് വീതം ചെയ്തതിനെ കുറിച്ച് ഞാൻ ആ വചനഭാഗം വായിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അബ്രാഹത്തെ പോലെ ചിന്തിക്കുക, എനിക്ക് ദൈവം തരുന്ന സഹോദരനല്ല, സഹോദരന് ഇഷ്ടമുള്ളത് അവനോട് എടുത്തുകൊള്ളുക, എനിക്ക് അവനെടുത്തതിന്റെ മിച്ചം മതിയെന്ന് പറഞ്ഞ അബ്രാഹത്തെ പോലെ ഒന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചതെങ്കിലും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞുപോയി. ഞാൻ ഓർക്കുക, തിങ്കളാഴ്ച ഒരു ഓപ്പറേഷൻ പറഞ്ഞ ദിവസമാണ്. ചൊവ്വാഴ്ച വെളുപ്പിനെ അന്ന് ഞാനൊരു പ്രയർ സെന്ററിൽ താമസിക്കുക. രാവിലെ അവർ വന്നിരിക്കുക ഞാൻ താമസിക്കുന്ന പ്രയർ സെന്ററിലേക്ക്. ഇവരെന്നോട് പറയാ, സിസ്റ്ററെ, അത്ഭുതം സംഭവിച്ചിരിക്കുക. ഇന്നലെ ഞങ്ങൾ സർജറിക്ക് ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു, ഡോക്ടറെ എന്നെ ഒന്നും കൂടെ പരിശോധിച്ചിട്ട് എന്നെ സർജറി ചെയ്താൽ മതി എന്ന്. അപ്പം അങ്ങനെ ഭാര്യ നിർബന്ധം പറഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർ വീണ്ടും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, വയറ്റിലുണ്ടായിരുന്ന ട്യൂമറും ഇല്ല, ആ ഗർഭപാത്രത്തിന് ഒരു പ്രശ്നവുമില്ല, വളരെ സുഖമായിട്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, ഇതെന്തിനാ സർജറി ചെയ്യുന്നത്, ഇതിന്റെ ഒരു ആവശ്യമേ ഇല്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹവും ഭാര്യയും കൂടെ രാവിലെ വന്നപ്പോൾ ഭാര്യ എന്നോട് പറയാം, എനിക്ക് ഉറപ്പായിരുന്നു സിസ്റ്ററെ, കാരണം രാത്രിയിൽ ഏങ്ങിക്കരഞ്ഞ് കട്ടിലിരുന്ന് അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ ഭർത്താവ്. തീർച്ചയായിട്ടും എന്റെ ഭർത്താവ് അപ്പനോട് ക്ഷമിച്ചതുകൊണ്ട് എന്നെ സുഖപ്പെടുത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്ന് ആ സഹോദരി പറഞ്ഞു. ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ എന്റെ പ്രസംഗം അവർ കേൾക്കുന്നുണ്ടാകും. വർഷങ്ങളായി ഞാൻ അവരെ കണ്ടിട്ട്. ഞാൻ പറയുക, ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന ഒരു വലിയ സാക്ഷ്യമാണത്. വിദ്വേഷത്തിന്റെ വേര് നിന്നെ രോഗിയാക്കി മാറ്റും. വിദ്വേഷത്തിന്റെ വേര് നിന്നെ അശുദ്ധനാക്കി മാറ്റും. സ്വർഗപ്രാപ്തിക്ക് നിന്നെ തടസ്സപ്പെടുത്തുന്ന കാര്യമാണ് വിദ്വേഷവും വെറുപ്പും. അതൊരു പക്ഷെ പുറത്താരെയും കാണിക്കുന്നില്ലായിരിക്കാം. നല്ല സന്തോഷമായി ചിരിച്ച് നമ്മൾ നല്ല രീതിയിലായിരിക്കാം മറ്റുള്ളവരോട് ഇടപെടുന്നത്. പക്ഷെ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങളെ പരിശോധിച്ചറിയുന്നവനാകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ വലിയ പ്രാർത്ഥനകൾ, പരിത്യാഗങ്ങൾ, ചിലപ്പോൾ തീർത്ഥാടന സ്ഥലങ്ങളൊക്കെ മാറിപ്പോയി, ധ്യാനമന്ദിരങ്ങളൊക്കെ മാറിപ്പോയി, ധ്യാനം കൂടി, വലിയ അഭിഷേകമുള്ള അച്ഛന്മാരെ കൊണ്ടൊക്കെ നമ്മൾ മാറി കൈവെപ്പിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവരാനൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ആ മുറിയിലിരുന്നുകൊണ്ട്, ആ കട്ടിലിരുന്നുകൊണ്ട്, ആ കസേരയിലിരുന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ആരോടെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ എനിക്ക് വെറുപ്പുണ്ടോ, വിരോധമുണ്ടോ, ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ, അവരെ ആശീർവദിക്കണമേ,
ക്ഷമിക്കണമേ, എന്നെ അനുഗ്രഹിക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഉള്ളു തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളൊന്ന് പറയാൻ തയ്യാറാണെങ്കിൽ, തീർച്ചയായും ദൈവം നീ പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരിക തന്നെ ചെയ്യും. കാരണം റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു വെച്ചത് പൗലോസ്ലീഹ നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിലൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടൊപ്പം നമുക്ക് സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? തീർച്ചയായും യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിയ പിതാവായ ദൈവത്തിന് നമുക്കൊരു വീട് തരാനോ നമുക്കൊരു അഭിവൃദ്ധി തരാനോ ഐശ്വര്യം തരാനോ ഒന്നും ഒരു മടിയുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ദൈവം തരും. അതാണ് ദൈവത്തിന്റെ വാഗ്ദാനം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് തടസ്സമായി എന്റെ ഉള്ളിലുള്ള വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, അസൂയ ഇതൊക്കെ കർത്താവേ നീ കാണുന്നു. അതെല്ലാം മേഖലകളെ അങ്ങ് ഏറ്റെടുക്കണമേ. കാൽവരി കുരിശിൽ കടന്നുകൊണ്ട് തന്നെ മുറിപ്പെടുത്തിയ, തന്നെ ദാരുണമായി കൊന്നുകൊണ്ടിരുന്ന ആളുകളെ നോക്കി പിതാവേ ഇവർ ചെയ്യുന്നെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച എന്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ആ മനസ്സ് എനിക്ക് തരണമേ. എന്നെ കുത്തിമുറിവേൽപ്പിക്കുന്ന, എന്നെ അപമാനിക്കുന്ന, എന്നെ കളിയാക്കുന്ന, എന്റെ ജീവിതം തകർത്ത് കളയുന്നവരെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി അവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപയും ശക്തിയും എനിക്ക് നൽകി എന്റെ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും സ്വീകാര്യമാകത്തക്കവണ്ണം എന്നെ അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.